ഡയാന, നമ്മുടെ ഇത്തരത്തിലുള്ള ചിരി പരിപാടികൾ ഇപ്പൊ നടക്കുന്നുണ്ട്. ഓരോ കാലഘട്ടത്തിൽ കലയുടെ പലതരം കലാപ്രകടനങ്ങൾ നടന്നിട്ടുണ്ട്. പിന്നീട് കാലാന്തരങ്ങൾക്കപ്പുറം ചിലര് പറയാറുണ്ട് ആ കല അന്യം നിന്നുപോയി, ഇപ്പം പഴയ പോലെ അതിന്റെ പെർഫോമൻസുകൾ കാണുന്നില്ല, ഉത്സവപ്പറമ്പുകളിൽ നിന്ന് അന്യമാകുന്നു പോകുന്നു എന്നൊക്കെ പറയാറുണ്ട്. പലപ്പോഴും അതിന് കാരണമാകുന്നത് ആ കല കൈകാര്യം ചെയ്യുന്ന കലാകാരന്മാരുടെ എണ്ണം കുറയുന്നത് കൊണ്ടാണ്. എണ്ണം പ്രപ്പോർഷനാണ്. കല കുറയുന്നു എന്ന് പറയുന്നത് അത് കൈകാര്യം ചെയ്യുന്ന കലാകാരന്മാരുടെ എണ്ണം കുറയുന്നതാണ്. എന്നാൽ ഹാസ്യം എന്ന് പറയുന്നത് എല്ലാ കാലഘട്ടങ്ങളിലും ഒരു റിലേ പോലെ ഒരാള് ഓടി മറ്റൊരാൾക്ക് കൊടുക്കും, അത് മറ്റൊരാൾ കൈവാങ്ങിക്കൊണ്ടു പോകും. അങ്ങനെ സജീവമായ ചിരികൾ എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിക്കൊണ്ട് കഴിഞ്ഞ കുറച്ച് നാളുകൾ നമ്മളുടെ ചിരിയുടെ കാര്യത്തിൽ എടുക്കുകയാണെങ്കിൽ വ്യക്തമായ ഒരു സാന്നിധ്യമായി എത്തി. അതുവരെ കണ്ട വഴികളിലൂടെ അല്ലാതെ ചില പ്രത്യേക വഴികളിലൂടെ യാത്ര ചെയ്ത് പുതിയ ചിരികൾ നമ്മൾക്ക് സമ്മാനിച്ച് സ്റ്റേജിലും ടെലിവിഷനിലും സിനിമയിലുമെല്ലാം വ്യക്തമായ സാന്നിധ്യമായി മാറിയ ഒരു മികച്ച കലാകാരനാണ് ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായി എത്തുന്നത്. ഏറെ ബഹുമാനത്തോടെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു സാജു നവോദയ. സ്വാഗതം. നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട്. ഷർട്ടൊക്കെ ഇട്ട് കണ്ടു. കുറെ നാളായിട്ട് നമ്മള് ടീഷർട്ട് ഇട്ടാണ് അദ്ദേഹത്തെ കണ്ടുള്ളത്. അത് പെട്ടെന്ന് ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിച്ചത്. ഡയാന പറഞ്ഞപ്പോൾ സാജു ഒരു സ്ഥിരം ടീഷർട്ടിന്റെ ആളായിരുന്നു. എന്തോ പറ്റി ഷർട്ടിലോട്ട് മാറി? ഇതിലും ചെറിയൊരു ടീഷർട്ടിന്റെ ഓർമ്മയ്ക്ക് എന്തോ കഴുത്തിലും പുറകിലൊക്കെ ഉണ്ട്. എന്താ അത്? അതല്ല, അങ്ങനെയൊന്നുമല്ല. ഞാനിപ്പോ കുറച്ച് ദിവസമായിട്ട് ഷർട്ട് ഇട്ട് തുടങ്ങി. ഏറ്റവും കൂടുതൽ കാലം എവിടെയെങ്കിലും ഒരാൾ സസ്റ്റെയിൻ ചെയ്യുന്നു എന്ന് പറയുന്നത് മാറി വരുന്ന മാറ്റത്തോടെ ഏറ്റവും എളുപ്പത്തിൽ പൊരുത്തപ്പെടുന്ന ജീവി ഏതാണോ ആ ജീവിക്കാണ് ഏറ്റവും കൂടുതൽ കാലം സസ്റ്റൈനബിലിറ്റി ഉള്ളതെന്ന് പറയും. തമാശയുടെ കാര്യത്തിലും അങ്ങനെയാണ്. തമാശയുടെ സ്വഭാവം എപ്പോഴും മാറി മറിഞ്ഞു വന്നുകൊണ്ടേയിരിക്കും. ആ മാറി വരുന്ന മാറ്റങ്ങളോട് ഏറ്റവും എളുപ്പത്തിൽ പൊരുത്തപ്പെടുന്ന ഒരു കലാകാരനാണ് സാജു നവോദയ. പാഷാണൻ സാജു നവോദയക്ക് ഒരു ബാധ്യതയായിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. കാരണം ഇത് ഇപ്പൊ എന്റെ വീട്ടിൽ തന്നെ ഇപ്പോഴത്തെ തലമുറയില്ലേ, അവർക്കൊന്നും എന്റെ പേരറിയില്ല. അവരൊക്കെ ഷാജി എന്നുള്ള പേരറിയാൻ പാടുള്ളൂ. ബാധ്യത ഒന്നും ആയിട്ടില്ല. ചില സ്ഥലത്ത് ചെക്ക് തരുമ്പോഴത്തേക്ക് അതുമേൽ പാഷാണൻ ഷാജി എന്ന് എഴുതാറുണ്ട്. പക്ഷെ എനിക്ക് ആ പേരിൽ അക്കൗണ്ട് ഇല്ല. അങ്ങനെ പ്രശ്നം ഉണ്ടായിട്ടില്ല. ഗസറ്റിൽ കൊടുത്ത് പേര് മാറ്റേണ്ടി വരും ഇതിലോട്ട് വരുന്നത്. അല്ല, അമ്മയുടെ നമുക്ക് മെമ്പർഷിപ്പിൽ എനിക്ക് പാഷാണൻ ഷാജി തന്നെ പേര്, ബ്രാക്കറ്റിൽ സാജു എന്നാ. അല്ലാതെ സാജു നവോദയയുടെ ബ്രാക്കറ്റില് പാഷാണൻ ഷാജി അല്ല, പാഷാണൻ ഷാജിയുടെ ബ്രാക്കറ്റിൽ സാജു നവോദയാണ് കിടക്കുന്നത്. ഇല്ല, എന്ത് വിഷമം? അത് വന്നപ്പോൾ അരി മേടിക്കാൻ തുടങ്ങിയത്. അതായത് സാജു നവോദയ അല്ല, പാഷാണൻ ഷാജി മേടിക്കുന്ന അരി കൊണ്ടാണ് സാജു നവോദയ ജീവിക്കുന്നത്. അതുകൊണ്ട് പാഷാണൻ ഷാജി നമ്മുടെ വളരെ വേണ്ടപ്പെട്ട ആളായിട്ട് മാറി. എന്റെ പേരും അല്ല, എന്റെ വീട്ടുകാരെ മൊത്തം കളഞ്ഞാൽ ആ പേര് കളയാൻ പറ്റില്ല. അതെ, പണ്ട് നമ്മൾ ഷോയ്ക്ക് പോകുമ്പം അയ്യപ്പ ബൈജു എന്ന് പറയുന്ന പ്രശാന്ത് ഏട്ടന്റെ പേര് എല്ലാവർക്കും അറിയില്ല. എല്ലാവരും അയ്യപ്പ ബൈജു എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ഞാൻ ഇതുപോലെ ഒരിക്കൽ ചോദിച്ചു പുള്ളിയോട്, ഇത് അയ്യപ്പ ബൈജു ഒരു ബാധ്യതയായോ എന്ന് വെച്ചാൽ പുള്ളി പറഞ്ഞു ഇല്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കുടികൊണ്ട് ഒരുപാട് കുടുംബങ്ങൾ നശിച്ചിട്ടുണ്ടെങ്കിലും കുടികൊണ്ട് ഒരു വീട് വെച്ചത് ഞാൻ മാത്രമേ ഉള്ളൂ, കള്ളുകുടീനെ കാണിച്ചിട്ട്. എന്റെ കാര്യത്തിലും അങ്ങനെ തന്നെ. ഈ വിഷം കൊണ്ട് രക്ഷപ്പെട്ട രണ്ട് പേരേ ഉള്ളൂ. ഒന്ന് വിഷം വിൽക്കണവരും പിന്നെ ഞാനും. പാഷാണമായിട്ട് പോകാനായിട്ട് പറ്റുന്നുള്ളൂ. സാധാരണ കലാകാരന്മാരിൽ നിന്ന് വ്യത്യസ്തമായി പുതിയ വഴികളിലൂടെ സഞ്ചരിച്ച് പുതിയ കാര്യങ്ങളൊക്കെ ചെയ്ത് ഇപ്പൊ സംവിധാന രംഗത്തേക്കും അഭിനയ രംഗത്തേക്കും ഡാൻസറാണ്, അങ്ങനെയൊക്കെ മാറി മാറി ചിന്തിച്ച് സഞ്ചരിച്ച് തന്റേതായ ഒരു പേരെടുത്ത ഒരാളാണ് ചേട്ടൻ. അപ്പൊ ഇതിനെ ആരെങ്കിലും പ്രചോദനമായിട്ടുണ്ടോ? അങ്ങനെ ആരെങ്കിലും ഇൻസ്പയർ ചെയ്തിട്ടുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. പക്ഷെ ഞാൻ എന്ത് ചെയ്യുമ്പോഴും എന്റെ വൈഫിനോടൊന്ന് ചോദിക്കും. അപ്പൊ വൈഫിന്റെ കൂടെ ഒരു അഭിപ്രായം കിട്ടിയതിനു ശേഷം ഞാൻ ആ വഴിക്ക്. ആദ്യം ഇങ്ങനെ ഒരു വിഷൻ ഉണ്ടായിരുന്നോ, എനിക്ക് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുള്ള? അല്ല, ഞാൻ ഇങ്ങോട്ട് വന്നതിന് മുമ്പ് തന്നെ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ സ്കൂളിൽ ഡ്രാമ ഡയറക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ പ്ലസ് 2 പ്രീ ഡിഗ്രി പഠിക്കുമ്പോഴത്തേക്ക് ഞാൻ പ്ലസ് 2 പഠിക്കുന്ന കുട്ടികളെ സംസ്ഥാന തലത്ത് ഡ്രാമ വെച്ചു കൊണ്ടുപോയിട്ടുണ്ട്. ഈ സാജുവിന്റെ പ്രത്യേക വഴി എന്ന് പറയാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു പർട്ടിക്കുലർ സമയത്ത് ഇന്റർനെറ്റിന്റെ വരവ് കഴിഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് തമാശകൾ എന്ന് പറയുന്നതിന്റെ വെർബൽ, നമ്മൾ പറയുന്ന വെർബലായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഇന്റർനെറ്റ് കിട്ടാൻ തുടങ്ങി. വാട്സപ്പിൽ വരുന്ന ഒരു ഫോർവേഡിൽ വരുന്ന ഒരു സ്റ്റിൽ ഫോട്ടോ ചിരിപ്പിക്കുന്ന അത്ര പോലെ ചിലപ്പോൾ ഒരു സ്കിറ്റിന്റെ ക്ലൈമാക്സ് നമ്മളെ ചിരിപ്പിച്ചില്ലെന്ന് വരും. അത്രയും വന്നപ്പോ വെർബലായിട്ട് പറയുന്ന കാര്യങ്ങൾ നമുക്ക് ഇന്റർനെറ്റ് കിട്ടാൻ തുടങ്ങിയപ്പോൾ വാട്സപ്പിൽ ഇല്ലാത്തത് സിറ്റുവേഷൻ മാത്രമാണ്. അവർക്കൊരു സിറ്റുവേഷൻ ഉണ്ടാക്കാൻ വാട്സപ്പിന് പറ്റില്ല. ഒരു വിഷ്വൽ ഉണ്ടാക്കാം, നമുക്ക് പറയാവുന്ന എഴുതാവുന്ന കാര്യങ്ങൾ ഉണ്ടാക്കാം, പക്ഷെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കാൻ പറ്റില്ല. പക്ഷെ സാജു തമാശയായിട്ട് ആ സമയത്ത് കൃത്യം വന്നത് സാജുവിന്റെ സ്കിറ്റുകളിൽ ചില പർട്ടിക്കുലർ സിറ്റുവേഷൻ ഉണ്ടാവും. ആ സിറ്റുവേഷൻ നമ്മളെ വല്ലാതെ ചിരിപ്പിക്കും. അതിൽ ആരും കഥാപാത്രങ്ങൾ തമ്മിൽ സംസാരിച്ചില്ലെങ്കിലും കൗണ്ടർ പറഞ്ഞില്ലെങ്കിലും ഇവർ 4 പേരും കൂടെ വന്ന് ചേർന്ന് എത്തി നിൽക്കുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് നമ്മളെ വലിയ തോതിൽ ചിരിപ്പിക്കുന്ന ഒരുപാട് സിറ്റുവേഷനുകൾ ഉണ്ടാക്കി. അപ്പൊ നമുക്ക് സിറ്റ് ചെയ്താലോ അവിടെ പോയിട്ട് നല്ല സിറ്റുവേഷനിലേക്ക് ഓക്കെ.